നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പഴയ ഫയലിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ 2 പീസസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരെണ്ണം ആദ്യത്തേനിലും ഒരു പൊടിക്ക് സൈസ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റൊക്കെ കിട്ടില്ലേ, അതെടുത്താലും മതി കേട്ടോ. അങ്ങനെ 2 പീസസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലെ 2 കുട്ടി പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ഷേപ്പിലായിട്ട് ഒരു കുഞ്ഞു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലായിട്ട് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ പർപ്പിൾ കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ അടുത്തൊരു ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു കളറിൽ തന്നെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ബാക്കി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അടുത്തൊരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുട്ടി ഹാർട്ട് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഹാർട്ട് ഷേപ്പിലൊക്കെ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കുമ്പോൾ വേറെ ആയിട്ട് തോന്നില്ലേ. ഇനി അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ, ഒരു മഞ്ഞ നിറത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫോം ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് അതിലായിട്ട് ആ ഒരു ചെയിൻ കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചെയിനിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.